ഗുഡ് മോർണിംഗ് ആൾ. നമ്മൾ മോഷൻ്റെ പ്ലെയിൻ്റെ 7ാമത്തെ ക്ലാസ്സിലോട്ട് കടക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് സെഷനിൽ നമ്മൾ പ്രോജക്റ്റൈൽ മോഷൻ അതാണ് ഡിസ്കഷൻ നടത്തിയത്. ആ പ്രോജക്റ്റൈലിൻ്റെ 4 കാര്യങ്ങൾ അല്ല, ഒന്നാമത്തത് മോഷൻ ഓഫ് ദ പാത്ത് ഓഫ് ദ, അല്ലെങ്കിൽ അതിന് വിളിക്കുന്ന ട്രാജക്ടറി എന്നാണ്. ട്രാജക്ടറി ഓഫ് ദ പ്രോജക്റ്റൈൽ പാരാബോളിക് ഷേപ്പാണ്. ഇങ്ങനെ വരയ്ക്കുന്നതിന് പരാബോള എന്ന് പറയും. പാരാബോളിക് ഷേപ്പാണ്. Then expression for the time of flight. Then 2u sin theta divided by g. Expression for the maximum height u square sin square theta divided by 2g. Expression for the horizontal range, maximum horizontal distance traveled during the time of flight and horizontal range u square sin 2 theta divided by g. ഇനി നെക്സ്റ്റ് കാര്യങ്ങൾ ഒന്നും മനസ്സിലാക്കി പഠിച്ചു പോയേക്കാം. ഹൊറിസോണ്ടൽ റേഞ്ച്. അപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ച് എപ്പോഴായിരിക്കും മാക്സിമം ആകുന്നത്? അപ്പോൾ നമുക്ക് നോക്കാം. ആർ എപ്പോഴായിരിക്കും മാക്സിമം? അപ്പോൾ ആർ ബിക്കം മാക്സിമം when sin 2 theta is equal to 1 ആണ്. sin 2 theta 1 ആണെങ്കിൽ 2 theta 90 ഡിഗ്രി ആണ്, അല്ലെങ്കിൽ തീറ്റ 45 ഡിഗ്രി ആണ്. ഇതാണ് ജാവലിൻ ത്രോയിലും ഡിസ്കസ് ത്രോയിലും ഷോർട്ട് പുട്ടിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം. മാക്സിമം ദൂരത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 45 ഡിഗ്രിയിൽ നമ്മൾ എറിയണം എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ പ്രൊട്രാക്ടറൊന്നും കൊണ്ടുവന്നിട്ട് അളന്നൊന്നും എറിയാനൊന്നും പറ്റത്തില്ല. അത് പ്രാക്ടീസാണ്. പ്രാക്ടീസ് മൂലം നമുക്ക് എത്ര ഡിഗ്രിയിലോട്ടാക്കാം? 45 ഡിഗ്രിയിലോട്ടാക്കാം. അപ്പം ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. എപ്പോഴായിരിക്കും ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ആകുന്നത്? ആൻസർ 45 ഡിഗ്രി ആംഗിൾ ഓഫ് പ്രൊജക്ഷനിൽ ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ആവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഗീവ് ദ റിലേഷൻ ബിറ്റ്വീൻ മാക്സിമം ഹൈറ്റ് ആൻഡ് മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഫോർ എ ഗീവൺ ഇനിഷ്യൽ വെലോസിറ്റി. അപ്പൊ നമ്മൾ മാക്സിമം ഹൈറ്റിന്റെ ഫോർമുല അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഫോർ ദ ഹൈറ്റ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ sin square theta divided by 2g ആണ്. സോ h എപ്പോഴായിരിക്കും മാക്സിമം ആവുന്ന? sin സ്ക്വയർ തീറ്റയുടെ വാല്യൂ 1 ആണ്. അതായത് h max is equal to u square by 2g. ഇനി r is equal to ഫോർമുല എന്താ? u square sin 2 theta divided by g. അപ്പോൾ r എപ്പോഴായിരിക്കും മാക്സിമം ആവുന്ന? u square by g. sin 2 theta 1 ആകുമ്പോഴാണ് r മാക്സിമം ആവുന്നത്. ഇപ്പൊ നോക്കി, ഇവിടെ u square by 2g ആണ്, ഇവിടെ u square by g ആണ്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ഫോർമുല കിട്ടും? r max is equal to 2h maximum എന്ന ഫോർമുല കിട്ടും. അതാണ് 20 ടൈം ഓഫ് ഫ്ലൈറ്റ്. നമ്മളിപ്പോൾ എഴുതിയത് 39th പേജ് നമ്പർ 10ലെ കാര്യമാണ്. ഇനി 40th ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, പ്രോബ്ലം ആണ്. എ ബോയ് ക്യാൻ ത്രോ എ ബോൾ ടു എ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് 100 മീറ്റർ വിത്ത് ദ സെയിം സ്പീഡ്. ഹൗ മച്ച് ഹൈ ദ above the ground can he throw the same ball? ഇപ്പോൾ ഈ റിലേഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 100 ആണ്. അപ്പോൾ ആർ മാക്സ് ഈസ് ഈക്വൽ ടു തന്നിട്ടുണ്ട് 100, 2 into h മാക്സ്. അപ്പോൾ ആൻസർ h മാക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര എഴുതാം? 100/2. ആൻസർ 50 മീറ്റർ എന്ന് കിട്ടും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 41p പേജ് നമ്പർ 11 ആണ്. സീലിംഗ് ഓഫ് എ ഹോൾ. ഒരു ഹോളിലെ സീലിംഗിന്റെ ഹൈറ്റ് വന്നിട്ടുണ്ട് 25 മീറ്റർ ഉയരമാണ്, 25 മീറ്റർ ഹൈ ആണ്. വാട്ട് ഈസ് ദ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ദാറ്റ് എ ബോൾ ക്യാൻ ത്രോ വിത്ത് സ്പീഡ് ഓഫ് 40 മീറ്റർ പെർ സെക്കൻഡ് ക്യാൻ ഗോ വിത്തൗട്ട് ഹിറ്റിംഗ് ദ സീലിംഗ് ഓഫ് ദ ഹോൾ? ഇങ്ങനെയായിരിക്കും പോകുന്നത്. എത്ര ഡിഗ്രി എന്ന് പറയേണ്ടില്ല,
ആംഗിൾ തീറ്റ എന്ന് നമുക്ക് എടുക്കാം. യു ആണ് തന്നിരിക്കുന്നത് 40 മീറ്റർ പെർ സെക്കൻഡ്. എച്ച് തന്നിട്ടുണ്ട്. അപ്പൊ എച്ച് തന്നിട്ടുണ്ട്, യു തന്നിട്ടുണ്ട്, തീറ്റ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ഫോർമുല എന്നുള്ളത് എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. For sin square theta is equal to 2gh divided by u square. അപ്പോൾ അത് നിങ്ങൾ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ എഴുതി തരാം. ഇത് 10 എടുത്തേക്കുക, ഇത് 25 divided by u square 40 into 40. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ പറയുന്നത് സൈൻ തീറ്റ is equal to √5/4 എന്ന് കിട്ടും. √5/4. അപ്പൊ അത് വെച്ച് നമുക്ക് കോസ് തീറ്റ കണ്ടുപിടിക്കാം. നിങ്ങൾക്കറിയാമല്ലോ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. അപ്പൊ കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ 1 മൈനസ് സൈൻ സ്ക്വയർ, സൈൻ സ്ക്വയറിന് പകരം 5/16 എഴുതാം. അപ്പൊ 11/16. അപ്പൊ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു √11/4 എന്ന് കിട്ടും. അത് സയന്റിഫിക് കാൽക്കുലേറ്റർ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്, മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്രയെന്നുള്ളതാണ്. അപ്പൊ r is equal to ഫോർമുല എന്താ, യു സ്ക്വയർ സൈൻ 2θ ഡിവൈഡഡ് ബൈ g. അപ്പോൾ യു സ്ക്വയർ സൈൻ 2θക്ക് പകരം 2 സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ g എന്ന് എഴുതാം. ഇതിന്റെ സ്ഥാനത്ത് 40 into 40 കൊടുക്കാം. 2 into സൈൻ തീറ്റ, സൈൻ തീറ്റയുടെ സ്ഥാനത്ത് √5/4 കൊടുക്കാം. കോസ് തീറ്റ, കോസ് തീറ്റയുടെ സ്ഥാനത്ത് √11/4 കൊടുക്കാം. ഡിവൈഡഡ് ബൈ ജി, ജിയുടെ വാല്യൂ 10 കൊടുക്കുക. ഇത് നമുക്ക് കാൽക്കുലേറ്റർ വെച്ച്, നിങ്ങളുടെ കാൽക്കുലേറ്റർ വെച്ച് നമുക്ക് ചെയ്ത് പോയാൽ മതി. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ പോലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഇത് 3 മാർക്കിനൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ആൻസർ അവിടെ വരുന്നത് 148.32 മീറ്റർ എന്ന് കിട്ടും. സയന്റിഫിക് കാൽക്കുലേറ്റർ വെച്ച് ചെയ്താൽ മതി. ഇനി 42. A ball thrown by a player reaches another player in 2 seconds. ഒരാൾ എറിഞ്ഞ ബോള് മറ്റൊരാൾക്ക് 2 സെക്കൻഡിന് ശേഷം കിട്ടി എന്നാണ് അതിന്റെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. അപ്പോൾ എത്ര സമയം എയറിലുണ്ടായിരുന്നു, അതിനെയാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഫോർമുല എന്താ, 2u സൈൻ തീറ്റ ബൈ ജി. അത് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്. അപ്പൊ അതിനകത്ത് യു സൈൻ തീറ്റ ഈക്വൽ ടു ജി എന്ന് കിട്ടും. കാരണം 2 ക്യാൻസൽ ആയി പോകും, ജി. ഇനി എച്ചിന്റെ ഫോർമുല എന്താ, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. യു സൈൻ തീറ്റയ്ക്ക് പകരം ജി ആണ്. അപ്പൊ നമുക്ക് ജി സ്ക്വയർ ബൈ 2g. ഒരു ജി ക്യാൻസൽ ആയി പോകും, ജി ബൈ 2. ജിയുടെ വാല്യൂ 10 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആൻസർ 5 മീറ്റർ എന്ന് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി 43Q. The horizontal range of a projectile thrown at an angle theta is r. Suggest another angle for which range is the same. അവിടെ അതിന്റെ ക്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ for theta and 90 minus theta r സെയിം ആണ്. അപ്പൊ r1 is equal to r2. തീറ്റയിലുള്ള റേഞ്ച് r1 ആണ്, 90 മൈനസ് തീറ്റയിലെ റേഞ്ച് r2 ആണെങ്കിൽ r1 is equal to r2 ആണ്. അപ്പൊ മനസ്സിലാക്കുക,
20 ഡിഗ്രിയിൽ എറിഞ്ഞാലും 70 ഡിഗ്രിയിൽ എറിഞ്ഞാലും റേഞ്ച് സെയിം ആയിരിക്കും. 30 ഡിഗ്രിയിൽ എറിഞ്ഞാലും 60 ഡിഗ്രിയിൽ എറിഞ്ഞാലും മീൻസ് 90 - 30 60 ഡിഗ്രി. ഇനി 40 ഡിഗ്രിയിൽ എറിഞ്ഞാലും 50 ഡിഗ്രിയിൽ എറിഞ്ഞാലും റേഞ്ച് സെയിം ആയിരിക്കും. 45ക്ക് വ്യത്യാസമൊന്നുമില്ല. 45 90 - 45 എത്ര തന്നെ 45 ആണ്. അപ്പം അത് മനസ്സിലാക്കിയേക്കാം. പേജിൽ 11 ഇനി ക്വസ്റ്റ്യൻ നമ്പർ 44P. A ball is thrown horizontally from the top of a tower with a velocity 40 m/s. ടവറിന്റെ മേലിൽ നിന്ന് 40 m/s എറിഞ്ഞിരിക്കുകയാണ്. ഹൈറ്റ് h ആണെന്നിരിക്കട്ടെ. ജിയുടെ വാല്യൂ 10 ആയിട്ട് എടുക്കാം. അതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Find the horizontal and vertical displacement after 1, 2, 3, 4, 5 seconds. Then plot the path of motion on the ball. അപ്പോൾ അതിൻ്റെ അകത്ത് horizontal distance എന്ന് പറയുന്നത് in 1 second. അപ്പോൾ 1 second കാണാനായിട്ട് horizontal distanceന്റെ ഫോർമുല x is equal to ut എന്നും വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഫോർമുല ½ gt² എന്നുമാണ്. അതിൽ ഒന്നാമത്തെ കേസ് എടുക്കാം. t is equal to 1 second ആണെങ്കിൽ x is equal to 40 × 1 is equal to 40 meter. y is equal to ½ × 10 × 1² equal to 5 meter എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ സെക്കൻഡ് t is equal to 2 second ആണെങ്കിൽ x is equal to 40 × 2 is equal to 80 meter എന്നും y is equal to ½ 10 × 2². അപ്പോൾ ഒരു 2 ക്യാൻസൽ ആയി പോകും. 20 meter. ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ പ്ലോട്ട് ദ മോഷൻ ഓഫ് ദ ബോൾ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഷേപ്പ് കിട്ടും. മുന്നോട്ട് പോകുന്നതനുസരിച്ച് പ്ലോട്ട് ഇത് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഡിസ്പ്ലേസ്മെന്റ് കാണിക്കുക, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ട് കാണിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഷേപ്പ് കാണിക്കാൻ പറ്റും. ഓക്കെ. B. If the ball reaches the ground in 4 seconds, find the height of the tower. ഇവിടെ എത്തിച്ചേരുമ്പോൾ y-യുടെ വാല്യൂ y is equal to h ആയിട്ട് വരും. t is equal to 4 second. അപ്പോൾ h is equal to ½ × 10 × 4² 60. അപ്പോൾ ആൻസർ 80 meter എന്ന് കിട്ടും. ഇനി അടുത്ത ടോപ്പിക്ക് ശ്രദ്ധിക്കുക, സർക്കുലർ മോഷൻ. ഇപ്പം നമ്മൾ നിത്യജീവിതത്തിൽ ഒരുപാട് ടൈപ്പ് മോഷൻ നമ്മൾ കാണാറുണ്ട്. സ്ട്രൈറ്റ് ലൈൻ മോഷൻ നമ്മൾ വിളിക്കുന്നത് റെക്റ്റിലീനിയർ മോഷൻ എന്നാണ്. ലൈറ്റ് സ്ട്രൈറ്റ് ലൈനാണ് സഞ്ചരിക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഗാലക്സീസ് ഒക്കെ മൂവ് ചെയ്യുന്ന, സ്റ്റാർസ് മൂവ് ചെയ്യുന്ന, അല്ലെങ്കിൽ മൂൺ, എർത്ത് ഒക്കെ മൂവ് ചെയ്യുന്നത് എലിപ്റ്റിക്കൽ പാത്താണ്. ഒരു കാളവണ്ടി പണ്ട് കാലത്ത് മറ്റേയൊക്കെ പിന്നെ എന്താണ് നമ്മൾ അരിയൊക്കെ പൊടിച്ചിരുന്നത്, ബുള്ളക്കിനെയൊക്കെ ഒരു സ്ഥലത്ത് റോഡിൽ കെട്ടിയിട്ട് കറക്കിക്കൊണ്ടാണ്. അപ്പോൾ അതൊക്കെയാണ് സർക്കുലർ മോഷനായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സർക്കുലർ മോഷനാണ്. എ ബോഡി മൂവിങ് അലോങ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒരു സർക്കുലർ മോഷൻ. അപ്പോൾ അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയ ടേംസ് ഒക്കെ പേജ് നമ്പർ 12 ആണ്. നോക്കാം. നോക്കാം. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ സിമ്പിൾ കൊടുക്കുന്നത് തീറ്റയാണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് അതിന്റെ യൂണിറ്റ് റേഡിയൻ ആണ്. റേഡിയൻ RAD. ഇതിന് ഡയമെൻഷൻ ഇല്ല.
അപ്പൊ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ ഇല്ല. ഇനി ആംഗുലർ വെലോസിറ്റി എന്നുള്ളത് തീറ്റ ഡിവൈഡഡ് ബൈ ടൈമിനെയാണ് ആംഗുലർ വെലോസിറ്റി എന്നുള്ളത്. ഇതിന്റെ സിമ്പൽ ഒമേഗ എന്ന് പറയും. ഒമേഗ ഇതിന്റെ കാൽക്കുലേറ്റർ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓമിന്റെ സിമ്പൽ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത്. ഇത് സ്മോൾ ലെറ്റർ W പോലെ ചരിച്ച് എഴുതിയാൽ മതി. W ലെറ്റർ ചെയ്ത് ചരിച്ച് എഴുതുക. അപ്പോൾ ഒമേഗ ഇസ് ഈക്വൽ ടു തീറ്റ ബൈ ടി എന്നാണ്. അതിന്റെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് ആണ്. ഡയമെൻഷൻ പറയുന്നത് T-1 എന്നാണ്. ഡയമെൻഷൻ T-1 ആണ്. അപ്പോൾ അതിന്റെ സിമ്പിൾസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയേക്കാം. ഇനി അടുത്ത അതിന്റെ ആ പേരിൽ തന്നെയുള്ളതാണ് ഡിറൈവ് റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് S ആണ്, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ ആണ്. ഫോർമുല S is equal to R തീറ്റ. ഇത് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഇത് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ തമ്മിലുള്ള റിലേഷൻ S is equal to R തീറ്റ. Derive the relation between linear velocity and angular velocity. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു സർക്കുലർ ഷേപ്പ് വരയ്ക്കുക. ഇത് ആംഗിള് ഡെൽറ്റ തീറ്റ എന്ന് കൊടുത്തേക്കാം. ഇത് R1 വെക്റ്റർ, ഇത് R2 വെക്റ്റർ, ഇത് ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ R. അപ്പോൾ അല്ലെങ്കിൽ ഡെൽറ്റ S എന്ന് കൊടുക്കാം. അപ്പോൾ ഡെൽറ്റ തീറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ S ഡിവൈഡഡ് ബൈ R എന്നാണ്. അതായത് R മീൻസ് R1 വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും R2 വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും ഒന്ന് തന്നെയാണ്, റേഡിയസ്. ഇപ്പോൾ വരച്ചു നോക്കുമ്പോൾ R1 വെക്ടർ കൊടുക്കുക, ഇവിടെ R2 വെക്ടർ കൊടുക്കുക, ഇത് ഡെൽറ്റ S കൊടുക്കുക. അപ്പോൾ ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ S ഡിവൈഡഡ് ബൈ R. ഇനി രണ്ട് സൈഡിലും ഡെൽറ്റ T വെച്ച് ഡിവൈഡ് ചെയ്യുക. ഈക്വൽ ടു 1 by R into ഡെൽറ്റ S by ഡെൽറ്റ T. ഇനി രണ്ട് സൈഡിലും ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് ഡെൽറ്റ T ടെൻസ് ടു 0. അങ്ങനെ വായിക്കുന്നത് ഇതാണ്. ഡെൽറ്റ T ടെൻസ് ടു 0, 1 by R ലിമിറ്റ് ഡെൽറ്റ T ടെൻസ് ടു 0, ഡെൽറ്റ S by ഡെൽറ്റ T. വായിക്കുന്നത് എങ്ങനെ? ലിമിറ്റ് ഡെൽറ്റ T ടെൻസ് ടു 0, ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ T ഈക്വൽ ടു 1 by R into ലിമിറ്റ് ഡെൽറ്റ T ടെൻസ് ടു 0, ഡെൽറ്റ S by ഡെൽറ്റ T. ഇതിന് പകരം ഒമേഗ എന്ന് കൊടുക്കാം, ഇതിന് പകരം V എന്ന് കൊടുക്കാം. അപ്പോൾ ആൻസർ ഒമേഗ ഇസ് ഈക്വൽ ടു V by R എന്ന് കൊടുക്കാം, ഓർ V ഇസ് ഈക്വൽ ടു R ഒമേഗ എന്ന് കൊടുക്കാം. ഇനി അടുത്ത ടേം നോക്കാം. ഇപ്പോൾ V ഇസ് ഈക്വൽ ടു R ഒമേഗ. അഥവാ നിങ്ങൾക്ക് ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ V ഇസ് ഈക്വൽ ടു R ഒമേഗ എന്ന് എഴുതി വെച്ചേക്കുക. നേരത്തെ നമ്മൾ S ഇസ് ഈക്വൽ ടു R തീറ്റ എന്ന് എഴുതിയ പോലെ തന്നെ ഇവിടെ എന്ത് എഴുതാം? V ഇസ് ഈക്വൽ ടു R ഒമേഗ. ഇനി അടുത്ത ടേം ശ്രദ്ധിക്കാം, ടൈം പീരീഡ്. അപ്പോൾ ഇവിടെ ടൈം പീരീഡിന് ഒരുപാട് ഡെഫിനിഷൻ ഉണ്ട്. ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് 1 റൊട്ടേഷൻ പറയാം, ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് 1 റെവല്യൂഷൻ പറയാം, ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ പറയാം, 1 വേവ് പറയാം. അപ്പോൾ ഒരുപാട് ഡെഫിനിഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും സർക്കുലർ മോഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് 1 റെവല്യൂഷൻ. ഇനി അടുത്ത ടേം ഫ്രീക്വൻസി. ടൈം പീരീഡിന്റെ സിമ്പിൾ T ആണ്. ഫ്രീക്വൻസി ന്യൂ എന്നാണ് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ. ന്യൂ V പോലെയാണ്, പക്ഷെ ഇച്ചിരി ചരിച്ചെഴുതുക ന്യൂ. അപ്പോൾ ന്യൂ ഫ്രീക്വൻസിയുടെ ഡെഫിനേഷൻ എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ എത്ര തവണ ഇത് കറങ്ങി. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എങ്ങനെയാ? നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം കറങ്ങി. ഇനി ഇത് തമ്മിലുള്ള റിലേഷൻ നോക്കാം. ന്യൂ റെവല്യൂഷൻ നടത്താനായിട്ട് എത്ര സമയം എടുത്തു? 1 സെക്കൻഡ് എടുത്തു അല്ലേ?
അപ്പോൾ ഒരു റെവല്യൂഷൻ നടത്താനായിട്ട് എത്ര സെക്കൻഡ്സ് എടുത്തു? 1/nu. ഒരു റെവല്യൂഷൻ നടത്താനെടുത്ത ടൈമിനെയാണ് നമ്മൾ ടി എന്ന് പറയുന്നത്. ഇപ്പൊ ടി ഈസ് ഈക്വൽ ടു 1/nu സെക്കൻഡ്. ആൻസർ കിട്ടിയല്ലോ. ടി ഈസ് ഈക്വൽ ടു 1/nu. ഇനി give the relation between omega, nu and t. ഇത് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയെന്ന് നോക്കാം. ഇപ്പൊ നേരത്തെ നമ്മൾ തീറ്റ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ നമ്മൾ ഒമേഗ നമ്മൾ എന്താ എഴുതിയ? ഒമേഗ ഈസ് ഈക്വൽ ടു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ ഒരു പ്രാവശ്യം റിവോൾവ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 2π ആണ് അല്ലേ? എടുത്ത ടൈമാണ് 1/t, മീൻസ് ടൈമാണ് t. അപ്പോൾ നമുക്ക് ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t എന്ന് എഴുതാം. അല്ലെങ്കിൽ what is 1/t? 1/tക്ക് പകരം 2πnu എന്ന് എഴുതാം. അപ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t എന്ന് എഴുതാം, അല്ലെങ്കിൽ 2πnu എന്ന് എഴുതാം. പ്രോബ്ലം ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് പറഞ്ഞുതരാം. ഇനി അവിടെ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ടേംസ് ഒക്കെ എന്തൊക്കെ നോക്കാം. യൂണിഫോം സർക്കുലർ മോഷൻ, ആ പേരിൻ്റെ അകത്ത് തന്നെയുണ്ട്. ദ ബോഡി റിവോൾവിങ് അറൗണ്ട് ഇൻ എ സർക്കുലർ പാത്ത് വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ്. കോൺസ്റ്റന്റ് സ്പീഡിൽ റിവോൾവ് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ, സ്പീഡിന്റെ മാഗ്നിറ്റ്യൂഡിന് മാറ്റമില്ലെങ്കിൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം? സ്പീഡിന്റെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറ്റമില്ലെങ്കിൽ എന്ത് വിളിക്കാം? യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് വിളിക്കാം. അപ്പൊ അതിന് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. മോഷൻ ഓൺ ദ ടിപ്പ് ഓഫ് ദ സെക്കൻഡ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക്. സെക്കൻഡ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക്. Motion of point on the arm of a wheel rotating uniformly. സൈക്കിൾ സ്റ്റാൻഡ് നിർത്തിയിട്ട് ഒരു പ്രത്യേക സ്പീഡിൽ കറക്കുക. മോഷൻ ഓഫ് എ സാറ്റലൈറ്റ്. മോഷൻ ഓഫ് ദ എൻഡ് ഓഫ് എ ലീഫ് ഓഫ് എ ഫാൻ. കോൺസ്റ്റന്റ് സ്പീഡിൽ കറങ്ങുന്ന ഒരു ഫാനിന്റെ ലീഫിന്റെ സ്പീഡ്. ഇനി 55th പോയിന്റ് നോക്കാം. ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ വിച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റി റിമെയിൻ കോൺസ്റ്റന്റ്. അപ്പൊ അവിടെ എന്താണ് കോൺസ്റ്റന്റ്? സ്പീഡ് റിമെയിൻ കോൺസ്റ്റന്റ് ആണ്, വെലോസിറ്റി അല്ല, സ്പീഡ് റിമെയിൻ കോൺസ്റ്റന്റ് ആണ്. ഈസ് ദ വെലോസിറ്റി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ കോൺസ്റ്റന്റ് വെക്ടർ? അത് കോൺസ്റ്റന്റ് അല്ല. കാരണം വെലോസിറ്റി എന്ന് പറയുമ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഇവിടെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടാണ് നിർത്തുന്നത്, പക്ഷെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യൂണിഫോം സർക്കുലർ മോഷന് വെലോസിറ്റി എന്തല്ല? കോൺസ്റ്റന്റ് അല്ല. ഇനി 57. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഇൻ എ യൂണിഫോം സർക്കുലർ മോഷൻ? വെലോസിറ്റി അറ്റ് എനി പോയിന്റ് ഈസ് ടാൻജൻഷ്യൽ. ടാൻജൻഷ്യൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. 58. Is there any acceleration in uniform circular motion? Acceleration ഉണ്ടോ? Acceleration ഉണ്ട്. ആ ആക്സലറേഷൻ നമ്മൾ വിളിക്കുന്നത് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്നാണ്. അപ്പോൾ yes, since the direction of velocity changes, there is എന്തുണ്ട്? ആക്സലറേഷൻ ഉണ്ട്. 59th question നോക്കാം. Is the acceleration in uniform circular motion a constant vector? അത് കോൺസ്റ്റന്റ് അല്ല. കാരണം അതിന്റെ ഡയറക്ഷന് മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കോൺസ്റ്റന്റ് അല്ല. മാഗ്നിറ്റ്യൂഡ് റിമെയിൻ കോൺസ്റ്റന്റ് ആണ്, പക്ഷെ ഡയറക്ഷൻ എന്തല്ല? കോൺസ്റ്റന്റ് അല്ല. ഇനി വാട്ട് ആർ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ആക്സലറേഷൻ ആൻഡ് ഫോഴ്സ് ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ? അപ്പൊ അതിനകത്ത് ആ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്നാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് 61-ല്. എന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം, നോക്കാം. അപ്പോൾ അതിനകത്ത് 61 ക്വസ്റ്റ്യൻ നോക്കാം. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. ഇതിന്റെ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കി വരച്ചു പോകേണ്ടതാണ്. ഇത് R1 വെക്ടർ കൊടുക്കുക, ഇത് R2 വെക്ടർ കൊടുക്കുക. ഈ ആംഗിള് ഡെൽറ്റ തീറ്റ എന്ന് കൊടുത്തേക്കുക. OPQ. ഇവിടുത്തെ വെലോസിറ്റി ഈ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഡെൽറ്റ ആർ എന്ന് കൊടുത്തേക്കാം.
ഈ വെലോസിറ്റി v1 എന്ന് കൊടുത്തേക്കാം, ഇവിടുത്തെ വെലോസിറ്റി v2 എന്ന് കൊടുത്തേക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പലവട്ടമായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സിമ്മട്രിക്കലായിട്ട് ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക, സിമ്മട്രിക്കലായിട്ട് വരയ്ക്കുക. ഈ v1ന് പാരലായിട്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആയിരിക്കണം. v1 ഇവിടെ കാണിക്കുക. ഈ v2ന് പാരലായിട്ട് ഇവിടെ വരയ്ക്കുക. v2 പിന്നെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, ഡയറക്ഷൻ മാത്രമാണ് വ്യത്യാസമായിരിക്കുന്നത്. ഇതിന്റെ ഡയറക്ഷൻ ഡെൽറ്റ വിയുടെ ഡയറക്ഷൻ സെന്ററിലോട്ട് കാണിക്കണം, ഇതിന്റെ സെന്ററിലോട്ട് കാണിക്കണം. അപ്പൊ ഇവിടെ ഈ ആംഗിളും ഡെൽറ്റ തീറ്റയാണ്. ഇത് എ ബി സി എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് രണ്ട് ട്രയാങ്കിൾ എടുക്കുക, ഒ പി ക്യു. ഇപ്പൊ ട്രയാങ്കിൾ ഒ പി ക്യു എടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ബൈ ആർ. മീൻസ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെയാണ്, റേഡിയസിന്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെയാണ്. R1ന്റെ മാഗ്നിറ്റ്യൂഡും R2ന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെയാണ്, അത് R എന്ന് കൊടുത്തേക്കാം. ഇനി ട്രയാങ്കിൾ എ ബി സി എടുക്കാം. എ ബി സി എടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി. അപ്പൊ അതിന്റെ ശ്രദ്ധിക്കേണ്ട കാര്യം, മാഗ്നിറ്റ്യൂഡിനൊന്നും മാറ്റിയില്ല. അപ്പൊ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിന് മാറ്റിയില്ല, റേഡിയസിന്റെ മാഗ്നിറ്റ്യൂഡ് മാറ്റിയില്ല. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുക, രണ്ടിന്റെ ലെഫ്റ്റ് സൈഡ് ഡെൽറ്റ തീറ്റയാണ്, ഇവിടെയും ഡെൽറ്റ തീറ്റയാണ്. അപ്പൊ റൈറ്റ് സൈഡും ഈക്വൽ ആയിട്ട് നമുക്ക് എഴുതാം. അപ്പൊ ഡെൽറ്റ വി ബൈ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ബൈ ആർ. ഇനി ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു വി ഇങ്ങോട്ട് എടുക്കാം, വി ബൈ ആർ ഇൻറ്റു ഡെൽറ്റ ആർ. ഇനി രണ്ട് സൈഡിലും ഡെൽറ്റ ടി വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ ശ്രദ്ധിക്കുക, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0, ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു വി ബൈ ആർ ഇൻറ്റു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0, ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. അപ്പൊ രണ്ട് സൈഡ് നമ്മൾ എന്താ ചെയ്താ, ഡെൽറ്റ ടി വെച്ച് ഡിവൈഡ് ചെയ്തു, എന്നിട്ട് രണ്ട് സൈഡിലും ലിമിറ്റ് അപ്ലൈ ചെയ്തു. അപ്പൊ ഇതിന്റെ പ്രൊസീജിയർ അതാണ്. ഇപ്പൊ ഡയഗ്രാം ഒക്കെ നല്ലോണം ഒന്ന് എഴുതി പഠിക്കണം. ഇനി എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സിലറേഷൻ. അതിന് സെന്ററിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, കാരണം ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാന്ന് ഞാൻ പറഞ്ഞു, ഈ സർക്കിളിന്റെ സെന്ററിലോട്ടാണ്. അതുകൊണ്ട് ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടാകുന്നത് സെന്ററിലോട്ടാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡയറക്ഷൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും, ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേഴ്സ് ദ സെന്റർ ആണ്. അതുകൊണ്ടാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഉള്ളത് AC. AC is equal to V by R into what is rate of change of displacement velocity. So V into V എന്നുള്ളത് V square by R എന്ന് എടുക്കാം. AC is equal to ഈ വിയുടെ സ്ഥാനത്ത് നമുക്ക് ഇങ്ങനെ കൊടുക്കാം, R omega the whole square by R. AC is equal to R square by R പിന്നെ ഒമേഗ സ്ക്വയർ. അപ്പൊ രണ്ട് രീതിയിൽ സെൻട്രിപെറ്റൽ ആക്സലറേഷന്റെ ഫോർമുല എഴുതാം. ഒന്നെങ്കിൽ V square by R എന്ന് എഴുതാം, അല്ലെങ്കിൽ R omega square എന്ന് എഴുതാം. അപ്പോൾ ബാക്കി പ്രോബ്ലവും ബാക്കിയുള്ള ഡിസ്കഷനും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് വരച്ച് നിങ്ങൾ നല്ലോണം എഴുതി പഠിച്ചില്ലെങ്കിൽ ഇത് നമുക്ക് ഓർമ്മയിൽ നിൽക്കത്തില്ല. അപ്പം ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയുകയാണ്. നമ്മൾ പ്രോജക്റ്റൈൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ട റേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻ നടത്തിയിരുന്നു. ഫോർ ആംഗിൾ തീറ്റ ആൻഡ് 90 മൈനസ് തീറ്റ റേഞ്ച് റിമെയിൻസ് സെയിം എന്ന് പറഞ്ഞു. പിന്നെ മാക്സിമം ഹൈറ്റും മാക്സിമം റേഞ്ചും തമ്മിലുള്ള റിലേഷൻ പഠിപ്പിച്ചു. പിന്നെ സർക്കുലർ മോഷൻ്റെ അകത്ത് നമ്മൾ യൂണിഫോം സർക്കുലർ മോഷനാണ് ഇപ്പോൾ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോൺ യൂണിഫോം വരുന്നേ ഉള്ളൂ.
യൂണിഫോം സർക്കുലർ മോഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡെറിവേഷൻ ആണ്. 3 മാർക്കിന്റെ ഡെറിവേഷൻ ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കഷൻ നടത്തിയത്. എക്സ്പ്രഷൻ ഫോർ ദി സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. ആക്സലറേഷൻ ആക്ടിങ് ടുവേഴ്സ് ദി സെന്റർ ആയതുകൊണ്ടാണ് അതിനെ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ് കൊണ്ട് ഈ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാം. താങ്ക് യു.